CM-ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അത് വളരെ ശക്തമായ ഒരു സ്പെഷ്യൽ ടീമിനെ ഇപ്പോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ SP ആയിട്ട് സംസാരിച്ച് സ്പെഷ്യൽ ടീമിനെ വന്ന് ഇതിൻ്റെ വേര് കണ്ടുപിടിക്കണം. എന്താ വെച്ചാൽ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഒരു വികാരം ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്താൻ അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരായി നമ്മളെല്ലാവരും കൂടി ശക്തമായി ഒന്നിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. ഈ നല്ലപ്പള്ളിയിൽ ഉണ്ടാകുന്ന സമാനമായിട്ടാണ് അതേ ഗ്രൂപ്പായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രവൃത്തി കണ്ടാൽ അറിയാനും. അല്ലാണ്ട് ഇത് എത്ര വളരെ സന്തോഷത്തോടുകൂടി എല്ലാ മതക്കാരും കൂടി ആഘോഷിക്കുന്നവരിതല്ലേ. ഇവിടെ ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. അവർ ഈ സംഭവം ഉണ്ടാക്കുന്നത് വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കുമെന്നാണോ? അതെ, പ്രത്യേകമായ സംഘത്തിനെ അന്വേഷിക്കും. ഈ രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ശക്തമായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കും. ശരി, ഓക്കെ. നിങ്ങളുടെ ഒരു സഹായം വേണം കേട്ടോ. ആദ്യം സഹായം ചോദിക്കില്ല. അതല്ല, ഈ സംഭവങ്ങളുടെ വേരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഊർജ്ജമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിപ്പോൾ വേണം ഇത്. അതല്ല, അത് ഇവിടെ അല്ല. ഞങ്ങൾ തോറിയുള്ളത് പുറത്തുനിന്നുള്ള ആണവ നിലയത്തിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ഇവിടെ മേടിക്കലുണ്ട്. ഇവിടെ ഉണ്ടാക്കാനുള്ള പ്രപ്പോസലായി പറഞ്ഞിട്ടില്ല. അത് പൊതു ചർച്ച വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയേ ചെയ്യുള്ളൂ. CPI ഉൾപ്പെടെ എല്ലാവരുടെയും സമ്മതത്തോട് ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കിയ ശേഷം നമുക്ക് പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിനും അതോടൊപ്പം തന്നെ പുൽക്കൂടിനുമെതിരെ ഉണ്ടായ അക്രമങ്ങളിൽ അതിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി K. കൃഷ്ണൻകുട്ടി.